നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 തുല്യത ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പഠിതാക്കൾക്ക് വേണ്ടി സോഷ്യോളജി പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 8 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരവും നമ്മളിവിടെ പറയുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയും പഠിക്കുകയും ചെയ്യുക. ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. മേജർ എൻവയോൺമെൻ്റൽ പ്രോബ്ലംസ് ആൻഡ് റിസ്ക്, പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങളും അപകടങ്ങളും പരീക്ഷയ്ക്ക് എന്തായാലും വരുന്ന 8 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങളും അപകടങ്ങളും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിൽ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള 8ാമത്തെ ഒരു ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ നിന്നുള്ള ഭാഗമാണ്. ആ ചാപ്റ്ററിൻ്റെ പേര് പരിസ്ഥിതിയും സമൂഹവും എന്നാണ്. ഓക്കെ, പരിസ്ഥിതിയും സമൂഹവും എന്നാണ്. നമ്മുടെ കയ്യിൽ നിന്ന് നോട്ട് ബുക്ക് വാങ്ങി പഠിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങളെ നമുക്ക് 5ആയിട്ട് തരംതിരിക്കാം. അതിലൊന്ന് വിഭവ ശോഷണം, 2 മലിനീകരണം, 3 ആഗോളതാപനം, 4 ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ, 5 പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ താഴെ ഇതുപോലെ ഹെഡിങ് എഴുതാം: വിഭവ ശോഷണം, മലിനീകരണം, ആഗോളതാപനം, ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പരിസ്ഥിതി ദുരന്തങ്ങൾ. എന്നിട്ട് ഇതിൽ ഓരോന്നിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. വിഭവ ശോഷണം സൈഡ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ താഴെ ഇതുപോലെ പഠിക്കുക. വിഭവങ്ങൾ 2 തരത്തിലുണ്ട്. വിഭവ ശോഷണത്തിലാണ് നമ്മൾ എഴുതുന്നത്. വിഭവങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് പുനർസൃഷ്ടിക്കാൻ കഴിയുന്നവ, 2 പുനർസൃഷ്ടിക്കാൻ കഴിയാത്തവ. പുനർസൃഷ്ടിക്കാൻ കഴിയുന്നവ എന്ന് പറഞ്ഞാൽ പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന എന്നുള്ളതാണ്. അതായത് ജലവൈദ്യുതി, കാറ്റാടിയിൽ നിന്നുള്ള ഊർജം, സൗരോർജം, ബയോഗ്യാസ്, ഇതൊക്കെ നമുക്ക് പുനർസൃഷ്ടിക്കാൻ കഴിയുന്ന വിഭവങ്ങളാണ്. പുനർസൃഷ്ടിക്കാൻ കഴിയാത്തത് ഭൂമി, ഭൂഗർഭജലം, കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. അപ്പോൾ പുതുക്കാനും പുനർസൃഷ്ടിക്കുവാനും കഴിയാത്ത പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ഉപയോഗം വിഭവശോഷണത്തിന് കാരണമാകുന്നു. അപ്പോൾ വിഭവശോഷണം എന്താണ്, അല്ലെങ്കിൽ വിഭവശോഷണം എങ്ങനെ ഉണ്ടാവുക? പുതുക്കാനും പുനർസൃഷ്ടിക്കാനും കഴിയാത്ത, അതായത് പുനർസൃഷ്ടിക്കാൻ കഴിയാത്ത ഭൂമി, ഭൂഗർഭജലം, കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പ്രകൃതിയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് കിട്ടാതെ വരും, അല്ലേ? അതാണ് പുനർസൃഷ്ടിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ. അപ്പോൾ പുതുക്കാനും പുനർസൃഷ്ടിക്കാനും കഴിയാത്ത പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ഉപയോഗം വിഭവശോഷണത്തിന് കാരണമാവും. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഭൂഗർഭജലത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അതിവേഗം ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഭവങ്ങളാണ് ജൈവവൈവിധ്യ ആവാസ കേന്ദ്രങ്ങൾ, വനങ്ങൾ, പുൽമേടുകൾ തുടങ്ങിയവ. അപ്പോൾ അതൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, അത് ഇതിൻ്റെ കൂടെ കാണിക്കുന്നുള്ളൂ. ഇനി ഈ വിഭവശോഷണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ജൈവ വൈവിധ്യങ്ങളുടെ നാശമുണ്ടാകും, അതുപോലെ സസ്യജന്തുവർഗ്ഗങ്ങളുടെ നാശമുണ്ടാകും. ഓക്കെ, ഇനി ഇത്രയാണ് നമ്മൾ ആ വിഭവശോഷണം എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തേണ്ടത്. 2ാമത്തത് പോയിന്റ് മലിനീകരണമാണ്. അപ്പോൾ മലിനീകരണം നമ്മൾ സൈഡ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എഴുതുക വിവിധ തരം മലിനീകരണങ്ങൾ: 1 വായു മലിനീകരണം, 2 ജലമലിനീകരണം, 3 ശബ്ദ മലിനീകരണം. അത് നമുക്ക് പൊതുവായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. വായു മലിനീകരണം നഗരപ്രദേശങ്ങളിലെ പ്രധാന പ്രശ്നമാണ്. വായു മലിനീകരണം വിഷമയമുള്ള വാതകങ്ങളും പദാർത്ഥങ്ങളും അന്തരീക്ഷ വായുവിൽ കലരുന്ന പ്രക്രിയയാണ് വായു മലിനീകരണം എന്ന് പറയുന്നത്. വിഷമയമുള്ള വാതകം, അതായത് വിഷമടങ്ങിയ വാതകം, പദാർത്ഥം, അത് അന്തരീക്ഷ വായുവിൽ കലരുന്ന അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് വായു മലിനീകരണം. അതെവിടെ നിന്നൊക്കെ ഉണ്ടാവുക? വാഹനങ്ങൾ, വ്യവസായശാലകൾ തുടങ്ങിയവയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇതെന്തൊക്കെ ഉണ്ടാക്കും? ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകും. ഓക്കെ, ഇനി ജലമലിനീകരണം. വിഷമയമുള്ള പദാർത്ഥങ്ങൾ ജലത്തിൽ കലരുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ജലമലിനീകരണം, അല്ലേ? ജലം വിഷമയമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പദാർത്ഥങ്ങൾ ജലത്തിൽ കലരുമ്പോൾ ജലം മലിനമാകും. എവിടെ നിന്നൊക്കെ ഉണ്ടാകും? വീടുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന മലിനജലം, കൃഷിയിടങ്ങളിൽ നിന്ന് കീടനാശിനി കലർന്ന ജലം. ഓക്കെ, എന്താ പ്രത്യാഘാതം? ശുദ്ധജലം കിട്ടാതാകും, അല്ലേ? ശുദ്ധജലത്തിൻ്റെ അഭാവം ഉണ്ടാകും എന്നാണ് അതിൻ്റെ ഒരു പ്രത്യാഘാതം. പിന്നെന്തുണ്ടാവും? ജലജന്യ രോഗങ്ങൾ ഉണ്ടാവും, അല്ലേ? അതുപോലെ ഭക്ഷ്യോൽപാദനത്തിൽ മുരടിപ്പുണ്ടാകും. ഓക്കെ, മറ്റൊന്ന് ശബ്ദ മലിനീകരണം.
മനുഷ്യജീവിതത്തെ അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ ശബ്ദങ്ങളെയാണ് ശബ്ദമലിനീകരണം എന്ന് പറയുന്നത്. ഓക്കെ, നഗരപ്രദേശങ്ങളിൽ ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ മനുഷ്യജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ ശബ്ദങ്ങളെയാണ് ശബ്ദമലിനീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എവിടെയാണ്? നഗരപ്രദേശങ്ങളിലാണ്. ഏതിലൂടെയൊക്കെയാണ് നമുക്ക് ശബ്ദമലിനീകരണം ഉണ്ടാവുക? ഉച്ചഭാഷിണികൾ, വാഹനങ്ങൾ, ഫാക്ടറികൾ, വിമാനങ്ങൾ, അല്ലേ? ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ശബ്ദമലിനീകരണം ഉണ്ടാവുന്നത്. ദെൻ മറ്റൊന്ന് ആഗോളതാപനമാണ്. മൂന്നാമത്തെ ഒരു പരിസ്ഥിതിക പ്രശ്നം ആഗോളതാപനമാണ്. ഭൂമിയുടെ ശരാശരി ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്ന പ്രതിഭാസമാണ് ആഗോളതാപനം. ഇത് നമ്മൾ എക്കണോമിക്സിൽ പഠിച്ച ഭാഗമാണ് ആണല്ലോ. ഹരിതഗൃഹവാതകങ്ങളാണ് ഇതിന് കാരണമാകുന്നത്. ഏതൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, ക്ലോറോ ഫ്ലൂറോ കാർബൺ തുടങ്ങിയവ, അല്ലേ? എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക? സമുദ്ര ജലനിരപ്പ് ഉയരുന്നു, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നു, കാലാവസ്ഥാ മാറ്റം ഉണ്ടാകും, പരിസ്ഥിതിയുടെ താപനില വർദ്ധിക്കും, പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആഗോളതാപനമൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യാഘാതമാണ്. ഓക്കെ, ദെൻ മറ്റൊന്ന് ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങളാണ്. ഒരു ജീവജാലത്തിൻ്റെ ജീനുകളെ മറ്റൊരു ജീവജാലത്തിൻ്റെ ജീനുകളിലേക്ക് സന്നിവേശിപ്പിച്ച് പുതിയ സവിശേഷതകളുള്ള ജീവജാലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങൾ. ഓക്കെ, അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ നമുക്ക് എന്തുണ്ടാക്കും? പ്രകൃതിക്ക് ദോഷമുണ്ടാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങളാണ്. 1984 നടന്ന ഭോപ്പാൽ ദുരന്തം മനുഷ്യനിർമ്മിതമായ പാരിസ്ഥിതിക ദുരന്തത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യനിർമ്മിതമായുള്ള ദുരന്തത്തിന് ഉദാഹരണം ഭോപ്പാൽ ദുരന്തം, അതുപോലെ സുനാമി, അല്ലേ? 2004 ഉണ്ടായിട്ടുള്ള സുനാമി ദുരന്തം, ഇതൊക്കെ എന്താണ്? മനുഷ്യനിർമ്മിതമായുള്ള പാരിസ്ഥിതിക ദുരന്തമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് സാമൂഹിക പ്രശ്നങ്ങളായിട്ട് മാറുന്നത്? സാമൂഹ്യ അസമത്വവുമായി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്നു. അതിനാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വ്യത്യസ്ത സാമൂഹ്യ ഗ്രൂപ്പുകളെ വ്യത്യസ്തമായാണ് ബാധിക്കുന്നത്, അല്ലേ? അപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സമൂഹത്തിലുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകളെ വ്യത്യസ്തമായ രീതിയിലാണ് ബാധിക്കുക. പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ അവയെ അതിജീവിക്കാനോ ജനങ്ങളെ പ്രാപ്തരാക്കുന്നത് അവയുടെ സാമൂഹ്യ പദവിയും അധികാരവുമാണ്. ചില പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സാർവത്രികമാണ്. അവ ചില പ്രത്യേക സാമൂഹിക വിഭാഗങ്ങളെ മാത്രമല്ല ബാധിക്കുന്നു, മറിച്ച് എല്ലാവരെയും ബാധിക്കുന്നു. ഇത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ പൊതു താല്പര്യം ഉണ്ടായിരിക്കും വായു മലിനീകരണം കുറയ്ക്കുന്നത്. ഓക്കെ, അഥവാ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നം എന്താണ്? വായു മലിനീകരണമാണ്. അപ്പോൾ അത് കുറയ്ക്കുക എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്ന പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും ശക്തരായ വിഭാഗങ്ങളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്. അതായത് പാവപ്പെട്ടവരുടെ താല്പര്യങ്ങളെ ഇത് മുറിവേൽക്കുന്നു എന്നാണ്. അതായത് ഇവിടെ സാമ്പത്തികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഒക്കെയുള്ള ശക്തരായിട്ടുള്ള ഒരു വിഭാഗത്തെ മാത്രം സംരക്ഷിക്കുക എന്ന പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതാരെ ബാധിക്കും? അത് പാവപ്പെട്ടവൻ്റെ താല്പര്യങ്ങളെ ബാധിക്കുന്നു, അല്ലേ? അതായത് അണക്കെട്ട് നിർമ്മിക്കുക, അതുപോലെ സംരക്ഷിത പ്രദേശങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പിന്നെ ഒരു പോയിന്റ് കൂടെ പറയാം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ പരിസ്ഥിതിയും സമൂഹവും തമ്മിലുള്ള ബന്ധങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മുടെ ഒരു സജഷനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു എസ്സേയിൽ വരുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ വായിച്ചു പോയി എന്നേ ഉള്ളൂ, കൂടുതൽ എക്സ്പ്ലനേഷന് നിന്നിട്ടില്ല. ഇത്രയും എഴുതിയാലേ ഇതൊരു എസ്സേ ആകുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൈവശം എന്ത് മെറ്റീരിയലാണുള്ളത് ആ മെറ്റീരിയൽ നോക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അടയാളപ്പെടുത്തി പഠിക്കുക. അല്ലെങ്കിൽ ഈ നോട്ട് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. നോട്ടില്ലാത്തവർ നമ്മുടെ കയ്യിൽ നിന്ന് നോട്ട് ബുക്ക് വാങ്ങി പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. ആ ബുക്കിലുള്ള സംഭവം അതുപോലെ നിങ്ങൾ കാണാപ്പാഠം ഒരു 4 പ്രാവശ്യം ഒന്ന് വായിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത് മുഴുവനായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഈ കടിച്ചാൽ പൊട്ടാത്ത വാക്ക് പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നില്ല. ഇതിൻ്റെ പോയിന്റുകൾ കൃത്യമായിട്ട് ഉൾപ്പെടുത്തി പഠിക്കുക. അതായത് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ 5 എന്നുള്ളത് നമ്മൾ എന്തായാലും ആദ്യം എഴുതി വെക്കണം. വിഭവ ശോഷണമാണ്, മലിനീകരണമാണ്, ആഗോളതാപനമാണ്, ജനിതക മാറ്റം വരുത്തിയ ജീവജാലങ്ങളാണ്, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നിട്ട് നമ്മൾ അതിനെ കൃത്യമായിട്ടൊന്ന് അങ്ങോട്ട് താഴേക്ക് പോയിന്റ് ആക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ
എന്തായാലും പഠിക്കണം. ഒരു കാരണവശാലും നിങ്ങൾ മാറ്റിവെക്കരുത്, നീട്ടിവെക്കരുത്. കിട്ടിയാൽ ഉടനെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളത് പഠിക്കുക. ഓക്കെ, അറിയാതെ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണ്. ഓക്കെ, നല്ല ടൈറ്റാവും പരീക്ഷ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാനൊക്കെ എല്ലാവരും മടി കാണിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ലൈക്ക് ബട്ടൺ അമർത്തിയാൽ മതി, വീണ്ടും വീണ്ടും ലൈക്ക് ബട്ടൺ അമർത്തരുത്. ഓക്കെ, ഒറ്റ പ്രാവശ്യം അമർത്തിയാൽ അത് ലൈക്കായിട്ട് കണക്കാക്കും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ല് അമർത്തി വെക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോകളൊക്കെ ഫോണിൽ കിട്ടുള്ളൂ. ഓക്കെ, ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പോൾ അത് അൺസബ്സ്ക്രൈബ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കിട്ടാതാവും, ക്ലാസ്സുകളൊക്കെ കിട്ടാതാകും. ഓക്കെ, അപ്പോൾ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.